അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വുഡ് ഗ്രെയിംസിൽ കുറച്ച് പണികളുണ്ട്. വുഡ് ഗ്രെയിംസ് ഒക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിനെ ആരെ വിളിക്കണമെന്ന് എനിക്ക് കൺഫ്യൂസ് ഒന്നുമില്ല. നമ്മുടെ മച്ചാന്മാരെ അങ്ങോട്ട് വിളിച്ചു, അഭിലാഷേട്ടൻ ടീംസ്. അവർ രാവിലെ തന്നെ വന്ന് പണി തുടങ്ങി. നല്ല അടിപൊളിയായിട്ട് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് നിന്ന് നോക്കി തുടങ്ങി വർക്ക്. സ്പീഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി സ്പീഡപ്പ്. എന്നാൽ വർക്കിൻ്റെ പെർഫെക്ഷനോ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കാരണം കട്ടിലപ്പടി വരയ്ക്കുന്ന സമയത്ത് മായ്ച്ച് കളയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ മായ്ക്കണേ? പക്ഷെ കറക്റ്റ് കളർ, അതായത് ഡോർ ഒറിജിനൽ തേക്കായതുകൊണ്ട് അതേ ലെവലിൽ തന്നെ കറക്റ്റായിട്ട് കിടക്കണം. അതൊരു ക്വാളിറ്റി ആയിട്ടുള്ള ടീംസിൻ്റെ ഒരു പ്രവൃത്തിയാണത്. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നവരെ അവരെ ചെയ്തുകൊണ്ടിരിക്കും. സമയം പോകണമെന്ന് അവർക്ക് വിഷയമില്ല, പക്ഷെ അവരുടെ വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ടീംസാണ്. എനിക്കറിയാം, നേരത്തെ അറിയാം. നമ്മൾ ഒരുപാട് നാളത്തായിട്ടുള്ള പരിചയമാണ്. നമ്മൾ മനോജേട്ടൻ, അങ്ങനെ മനോജേട്ടനായിട്ട് പരിചയമുള്ള അങ്ങനെ അഭിലാഷേട്ടൻ, ഇവരൊക്കെ യൂട്യൂബിൽ ചാനലൊക്കെ ഉള്ളതാണ് കേട്ടോ. വരാന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ല. മരം വരെ തോറ്റുപോകും, ആ ലെവലിൽ വരയ്ക്കും. ജിപ്സത്തിലൊക്കെ വരയ്ക്കാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണുകളുള്ളൂ. അത്ര സിമ്പിളായിട്ട് ഇവർ വരയ്ക്കുന്നത്, വളരെ സിമ്പിളായിട്ടാണ്. പക്ഷെ ആ സിമ്പിളിൻ്റെ കൂടെ തന്നെ പെർഫെക്ഷനും കൂടി പൊളിയാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് വിളിച്ച് അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും ചോദിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ചെയ്യിപ്പിക്കുക. മരവും ആർട്ടിഫിഷ്യലായിട്ട് വരച്ചതിൻ്റെ ഒരു സീനാണ് കണ്ടത്. എല്ലാവരും ഒന്നിനൊന്ന് പൊളി. 5 പേരാണ് വന്നത്, 5 പേരും ഒന്നിനൊന്ന് പൊളി. ഒരു ബിഗ് താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.